എന്നാൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പുരോഹിത പ്രമുഖന്റെ അതേ പടക്കുപ്പായം എടുത്തിട്ട് ഈ കുർബാന എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ പരിശുദ്ധ കുർബാന നടപ്പിലാക്കപ്പെടാതിരിക്കാൻ തക്ക രീതിയിലുള്ള യാതൊരു തെറ്റുകളും ഇവിടെ കാണുന്നില്ല. ഇത് നടപ്പിലാക്കിയേ പറ്റൂ. ഇതിങ്ങനെ പൊക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു മാന്യം തൃശ്ശൂർ എന്ന് പറഞ്ഞു, ഒരു 4 വർഷം. എന്തിനു 4 വർഷം? ഇയാളെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നതാരാ? ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഫ്രാൻസിസ് സാറിന്റെ കാര്യമാണ്. ഇന്നും കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നത്, ഇന്നും കർത്താവിനെ വധിക്കുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വമാണ്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് തന്നെയാണ്. ആർക്ക് ബുദ്ധിമുട്ട് തോന്നിയാലും ഈ സത്യം തുറന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറയുക തന്നെ ചെയ്യും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും നമസ്കാരം. ഞാൻ ജോമോൻ ആരപ്പുഴ. ആർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നിയാലും അനിഷ്ടങ്ങൾ ഉണ്ടായാലും ചില വസ്തുതകളും സത്യങ്ങളും മറച്ചു വെക്കേണ്ടതല്ല. സഭ എന്ന് പറയുന്നത് ഒരു ആത്മീയ സംവിധാനമാണ്. ഇത് ഒരു ആത്മീയ സംവിധാനമായതുകൊണ്ട് തന്നെ സഭയിൽ ഏതൊരു മനുഷ്യന്റെയും വിശ്വാസിയുടെയും ഏറ്റവും പരമപ്രധാനമായ അവകാശമായ പരിശുദ്ധ കുർബാന അത് സാധിച്ചു കൊടുക്കുന്നതിൽ സഭാ നേതൃത്വത്തിൽ ആര് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്താലും അവർക്ക് നിർണായകമായ പങ്കുണ്ട്. സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 34 രൂപതകളിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും എറണാകുളം അങ്കമാലി എന്ന് പറയുന്ന അതിരൂപതയിലെ പരിശുദ്ധ കുർബാനയുടെ പ്രതിസന്ധി വിഷയം സീറോ മലബാർ സഭയിൽ എല്ലായിടത്തും എന്നും, സീറോ മലബാർ സഭയിൽ എന്ന് മാത്രമല്ല കത്തോലിക്ക സഭയിൽ തന്നെ ഒരു വലിയ പ്രശ്നവും പ്രതിസന്ധിയും തന്നെയാണ്. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പരിശുദ്ധമായ കുർബാന എന്ന് പറയുന്നത് കർത്താവ് സ്ഥാപിച്ച ഉടമ്പടി. ആ ഉടമ്പടി തങ്ങളുടെ വിശ്വാസികൾക്ക് ക്രിസ്തുവിനെ അവർക്ക് സാധ്യമാക്കി കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സഭയിൽ മുറിവേൽക്കുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നിന്ദിക്കപ്പെടുന്നതും തരം താഴ്ത്തപ്പെടുന്നതും കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയും ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയും ശിരസായ ക്രിസ്തുവും തന്നെയാണ്. പക്ഷേ സീറോ മലബാർ സഭയിലെ ഒരു പിതാക്കന്മാർക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികർക്കും ഈ ഒരു ബോധമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് അത് അംഗീകരിക്കാനും വിശ്വസിക്കാനും സാധിക്കും? ഒരിക്കലും അത് സാധ്യമല്ല. പക്ഷേ എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയത്തിലേക്ക് വരുമ്പോൾ സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരും ഒക്കെ നോക്കുകുത്തികളായി പോകുന്നു. എറണാകുളത്തെ വൈദികരെ നിലയ്ക്ക് നിർത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അതായത് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ കുർബാന വിശ്വാസികൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവും ക്രിസ്തുവിന്റെ മക്കളായ ദൈവജനവുമാണ്. പരിശുദ്ധമായ ഈ ഒരു നൊയമ്പിന്റെ കാലഘട്ടത്തിൽ ഈ ഒരു സിനാരിയോ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചാൽ ക്രിസ്തീയമായ ഒരു ക്രിസ്തു സ്ഥാപിച്ച തന്റെ പരിശുദ്ധമായ കുർബാന ഇവിടെ സാധ്യമാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാർ ആ കുർബാന അർപ്പിക്കാത്ത വൈദികരാണോ അതോ അവർക്ക് മുകളിൽ ആ വൈദികരെ ചുമതലപ്പെടുത്തിയ പിതാക്കന്മാരാണോ? ഇനി എനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ കുറ്റം പറയാൻ താല്പര്യമില്ല. കുറ്റമില്ലാത്തത് കൊണ്ടല്ല, കുറ്റമേ ഉള്ളൂ, ഒരു നന്മ പോലും ഇല്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെയും ഈ പുരോഹിത പ്രമുഖന്മാർ പ്രമാണിമാരെയുമാണ്. ഞാൻ ഈ പുരോഹിത പ്രമുഖന്മാരെന്നും പ്രമാണിമാരെന്നും ഇന്ന് ഈ നൊയമ്പ് കാലത്ത് ആ ഒരു പേര് എടുത്തു പറയാൻ പ്രത്യേകമായ കാരണങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ മിശിഹ ക്രൂശിക്കപ്പെടുമ്പോൾ അവനെ വധിക്കാൻ ആലോചിക്കുന്ന സമയത്ത്
പീലാത്തോസിന്റെ മുമ്പിൽ കുറ്റവിചാരണയ്ക്കായി ചെല്ലുമ്പോൾ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിലും വധിക്കുന്നതിലും മുൻകൈ എടുത്തവർ ആരാണ് എന്ന് പരിശോധിച്ചാൽ അതിൽ പ്രധാന കുറ്റക്കാർ പുരോഹിത പ്രമുഖന്മാരാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലാണ് ഈ പ്രധാന പങ്കുകാരെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാകുന്നത്. രണ്ട് കൂട്ടരിലേക്കാണ് പ്രധാന പങ്ക് എത്തിച്ചേർന്നത്. ഒന്ന് പുരോഹിത പ്രമുഖന്മാർ, രണ്ട് ജനക്കൂട്ടം. ജനക്കൂട്ടത്തെ നമുക്ക് വിട്ടുകളയാം. കാരണം പുരോഹിത പ്രമുഖന്മാരുടെയും പുരോഹിതന്മാരുടെയും താളത്തിനൊപ്പം വെറുതെ കടന്ന് തുള്ളുന്ന അധപ്പതിച്ച ഒരു പറ്റം ആളുകൾ ഈ ജനക്കൂട്ടത്തിനിടയിലുണ്ട്. അവർ എന്ത് തരവഴിത്തരവും ഈ കപടവേഷധാരികളായ പുരോഹിതന്മാർ കാണിക്കുന്നത് പോലെ, അവർ പറയുന്നത് പോലെ അവർ തുള്ളും. പക്ഷേ പുരോഹിതന്മാരും പുരോഹിത പ്രമുഖന്മാരുമോ, അവരെ നമ്മൾ ഏതർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം? അത് തന്നെയല്ലേ 2000 വർഷങ്ങൾക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈശോയുടെ പരിശുദ്ധമായ കുർബാന ഇന്ന് ഇവിടെ അവഹേളിക്കപ്പെടുമ്പോൾ, അന്ന് കർത്താവ് അവഹേളിക്കപ്പെട്ടതുപോലെ, പീഡിപ്പിക്കപ്പെട്ടതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കർത്താവിന്റെ പരിശുദ്ധ കുർബാനയും കർത്താവിന്റെ ദൈവജനവും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അന്ന് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അതിന് നേതൃത്വം വഹിച്ചുവെങ്കിൽ, ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ദൈവജനവും ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്നും ഈ പുരോഹിത പ്രമുഖന്മാരും പുരോഹിതരും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നമ്മൾ വിസ്മരിക്കരുത്. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ബോറടിക്കുന്നില്ലെങ്കിൽ 2-3 തിരുവചനങ്ങളിലൂടെ കടന്നു പോകാം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിലാണ് പുരോഹിതന്മാരും നിയമജ്ഞന്മാരും ഒക്കെ കർത്താവിനെ എങ്ങനെ വധിക്കാമെന്ന് അവർ അന്വേഷിച്ച് നടക്കുക. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ കുർബാന എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം. അതാണ് പുരോഹിതർ. എറണാകുളത്ത് 350 കത്തനാരിമാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എങ്ങനെ ഈ കുർബാന നടപ്പിലാക്കാതിരിക്കാം? അതിന് അൽമായ മുന്നേറ്റക്കാരെന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തെ കൂട്ടുപിടിക്കുന്നു. അവരും പറയുന്നു എങ്ങനെ ഈ കുർബാന നടപ്പിലാക്കാതിരിക്കാം. 60 വർഷം ഞങ്ങളുടെ മൂട്ടിൽ തഴമ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മൂട്ടിലെ തഴമ്പ് മാത്രം മതി, അതിനപ്പുറത്തേക്കുള്ള പാരമ്പര്യമോ പൈതൃകമോ ഒന്നും ഇവിടെ ആരും വിളമ്പാൻ വരണ്ട എന്ന് പറഞ്ഞാൽ, ഇതാണ് കർത്താവിനെ ഈ കാലഘട്ടത്തിൽ പീഡിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ തെളിവുകൾ. അവർ കർത്താവിനെ എങ്ങനെ വധിക്കാമെന്ന് ആലോചിക്കുന്നതിന് സമാനമാണ് ഈ കുർബാന എങ്ങനെ ഇവിടെ നടപ്പിലാക്കാതിരിക്കാം. അവർ അന്വേഷിച്ച് നടക്കുകയാണ്. അതിനവർ എന്ത് ഗിമിക്കും കാട്ടും. അൽമായ മുന്നേറ്റം ഗുണ്ടകളെ, തെറിപ്പാട്ടുകാരെ അവർ കൂടെ നിർത്തും. അരമനകൾ അവർ കയ്യേറും. ഗേറ്റുകൾ, ഇരുമ്പ് ഗേറ്റുകൾ അവർ പൊളിക്കും. സ്വന്തം ഉടുപ്പുകൾ വലിച്ചു കീറും. പിച്ചക്കാരുടെ വേഷങ്ങൾ കെട്ടും. തെറി വിളിച്ചു പറയും. പിതാക്കന്മാരെ ആക്രോശിക്കും. പച്ചയ്ക്ക് തെറി വിളിക്കും. വരുന്ന വിശ്വാസികളെ കൊന്നുകളയുമെന്ന് പറഞ്ഞു വരെ ഭീഷണിപ്പെടുത്തും. അൾത്താറുകളിൽ പോലും വൈദികരെ അവർ കയ്യേറ്റം ചെയ്യും. ഇങ്ങനെ പല ആഭാസങ്ങളും അവർ കാട്ടിക്കൂട്ടും. കാരണം എങ്ങനെ ഇത് നടപ്പിലാക്കാതിരിക്കാം. ഈ സമയത്താണ് യൂദാസിന്റെ രംഗപ്രവേശം. യൂദാസ് വന്ന് പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞന്മാരോടും പറയുന്നു എങ്ങനെ ക്രിസ്തുവിനെ ഒറ്റക്കെടുക്കാമെന്ന് യൂദാസ് തന്നെ പറയുന്നു. സ്നേഹ ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ സ്നേഹ ചുംബനത്തിന്റെ പല തലോടലുമായി പല പെർമനന്റ് സിനഡ് പിതാക്കന്മാരും പല മെത്രാപ്പോലിത്തൻ വികാരിമാരും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരും പല പ്രവാചകന്മാരും ഒക്കെ യൂദാസിന്റെ വേഷം കെട്ടി രംഗത്ത് വരുന്നു. സമവായത്തിന്റെ പുതിയ ഏടുകൾ മെനഞ്ഞ് പല യൂദാസുമാരും രംഗത്ത് വരുന്നു. എങ്ങനെ കർത്താവിനെ ഒറ്റുകൊടുക്കാം? പരിശുദ്ധ കുർബാന നടപ്പിലാക്കാനാണെങ്കിൽ നടപ്പിലാക്കിയാൽ പോരെ. അത് നടപ്പിലാക്കാതിരിക്കാനുള്ള വഴികളാണ് സമവായം എന്ന് പറയുന്ന യൂദാസിന്റെ തന്ത്രം. അത് 2000 വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ പത്രോസ് പ്രധാന പുരോഹിതന്മാരിൽ ഒരുവന്റെ സേവകന്റെ ചെവി ഛേദിച്ചു കളയുന്ന ഒരു സീനുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രധാന പുരോഹിതന്റെ തന്നെ സേവകന്റെ ചെവി വെട്ടാൻ കാരണം? അത് യഥാർത്ഥത്തിൽ പ്രധാന പുരോഹിതന്റെ കഴുത്തിനുള്ള വെട്ടാണ് സേവകന്റെ ചെവിക്കിട്ടുള്ള വെട്ട്. ആരാണ് ഇവിടെ പ്രധാന പുരോഹിതൻ?
സീറോ മലബാർ സഭയിലെ പ്രധാന പുരോഹിതൻ എന്ന് പറഞ്ഞാൽ, എല്ലാ പുരോഹിതന്മാരുടെയും പ്രമുഖൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ആളാണ് ഇന്ന് സഭയിലുള്ളത്, മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ്. ഇതാണ് പ്രധാന പുരോഹിതൻ. ഈ പ്രധാന പുരോഹിതനാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കർത്താവിന്റെ പരിശുദ്ധമായ കുർബാന സാധ്യമാക്കി കൊടുക്കേണ്ടയാൾ. എന്നാൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പുരോഹിത പ്രമുഖന്റെ അതേ പടക്കുപ്പായം എടുത്തിട്ട് ഈ കുർബാന എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം, മെത്രാപ്പോലിത്തൻ വികാരിയെ വെച്ച്, പെർമനന്റ് സെനറ്റ് പിതാക്കന്മാരെ വെച്ച്, അല്ലെങ്കിൽ അതിനു പറ്റിയ ആളുകളെ കണ്ടുപിടിച്ച് സമവായങ്ങൾ എഴുതി ഉണ്ടാക്കി ഈ കുർബാന എങ്ങനെ ഇവിടെ നടപ്പിലാക്കാതിരിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നു. മറ്റാരുമല്ല ഇതിനകത്ത് പ്രധാന കുറ്റക്കാരൻ, മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് തന്നെയാണ്. മറ്റാരുടെയും പേരിൽ ഇനി പഴിചാരിയിട്ട് കാര്യമില്ല. മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനെ എപ്പോ വിചാരിച്ചാലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാം. ഇതിനു മുമ്പുണ്ടായിരുന്ന പല അച്ഛന്മാർക്കെതിരെയുള്ള നടപടികൾ, സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അച്ഛന്മാർക്കെതിരെയുള്ള നടപടികൾ, അത് തടഞ്ഞു വെച്ച തട്ടിൽ പിതാവാണ്. ആ അച്ഛന്മാരെ പുറത്താക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് ഒരാളുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അരമന ആക്രമിച്ചവർക്കെതിരെ കുറ്റം വിധിക്കാനും അവരെ പുറത്താക്കാനും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് ഒരാളോടും അനുവാദത്തിന്റെ ആവശ്യമില്ല. സെന്റ് മേരീസ് ബസിലിക്കയിൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് മണവാളനച്ഛനെ കയ്യോടെ പിടിച്ച് പുറത്താക്കാൻ അവിടെ മണവാളനച്ഛനെ നിയമിച്ചത് തട്ടിൽ പിതാവ്. എന്തുകൊണ്ടും നിയമിച്ച ആൾക്ക് മണവാളനച്ഛനെ അവിടുന്ന് മാറ്റിയിട്ട് ആ പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ തട്ടിൽ പിതാവ് വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് സാധിക്കും. എന്തുകൊണ്ട് തട്ടിൽ പിതാവ് ചെയ്യുന്നില്ല? പരിശുദ്ധ കുർബാനയെ ഇന്ന് വീണ്ടും ക്രൂശിക്കാൻ എറണാകുളത്തെ പ്രധാന പുരോഹിതർ പ്രമാണിമാർക്ക് കീഴ്വഴങ്ങി ഇത് നടപ്പിലാക്കാതിരിക്കുന്നത് തട്ടിൽ പിതാവ്. ഇതിനുശേഷം 23-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പീലാത്തോസിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പീലാത്തോസ് കർത്താവിൽ യാതൊരുവിധ കുറ്റവും കാണാതെ കർത്താവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും ഒന്നടങ്കം പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, ഇവനെ ക്രൂശിക്കാൻ തക്ക രീതിയിലുള്ള യാതൊരു കുറ്റവും ഞാനിവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ പരിശുദ്ധ കുർബാന നടപ്പിലാക്കപ്പെടാതിരിക്കാൻ തക്ക രീതിയിലുള്ള യാതൊരു തെറ്റുകളും ഇവിടെ കാണുന്നില്ല. ഇത് നടപ്പിലാക്കിയേ പറ്റൂ. 60 വർഷത്തെ പാരമ്പര്യം പറഞ്ഞും ഇവിടുത്തെ വൈദികരുടെ തോന്നിവാസങ്ങൾ പറഞ്ഞും അവിശ്വാസികളായ വൈദികർക്കും അവിശ്വാസികളായ അൽമായർക്കും കൂട്ടുപിടിച്ച് ഇത് തടസ്സപ്പെടുത്തേണ്ടതായ യാതൊരു കാര്യവും ഇവിടെയില്ല. ഈ കുർബാനയിൽ സഭ തീരുമാനിച്ച പരിശുദ്ധമായ കുർബാനയിൽ യാതൊരുവിധ തെറ്റുകളുമില്ല. ഇത് 2000 വർഷത്തെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സ്വകാര്യ സമ്പത്താണ്, ഇത് സ്വകാര്യ സ്വത്താണ്. ഈ കുർബാന നടപ്പിലാക്കിയേ പറ്റൂ. അങ്ങനെ അന്ന് കർത്താവിനെ പീലാത്തോസ് വിട്ടയക്കാൻ ശ്രമിച്ചതുപോലെ ഇന്ന് ഇവിടെ സാധ്യമാകുന്നുണ്ടോ? ഇല്ല. അതിന് തടയിടുന്നത് ആരാ? മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ. അന്നും പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, ഞങ്ങൾക്കത് വേണ്ട, ഇവനെ ക്രൂശിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ കുർബാന ക്രമം നടപ്പിലാക്കണ്ട, ഇതിങ്ങനെ പൊക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഒരു മാന്യൻ തൃശ്ശൂർ എന്ന് പറഞ്ഞു, ഒരു 4 വർഷം. എന്തിനു 4 വർഷം? ഇയാളെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നതാരാ? ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഫ്രാൻസിസ് സാറിന്റെ കാര്യമാണ്. അങ്ങനെ പല മാന്യന്മാരും രംഗത്ത് വന്നു. ഇടയ്ക്ക് AKCC ഇറക്കി താൽക്കാലിക തറയിടാൻ. എന്തെങ്കിലും സംഭവിച്ചോ? ആരെ ഇതിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചിറക്കുന്നത്? ഇന്നും പല കൂട്ടായ്മകളുടെ പേരിൽ, എറണാകുളത്ത് തന്നെ പല വിശ്വാസി കൂട്ടായ്മകളുടെയും പേരിൽ പല സംഘടനകളും മറ്റു പല ആളുകളും ഒക്കെ ഇന്ന് പല ആൾക്കാരും കച്ചകെട്ടി രംഗത്തിറക്കുന്നുണ്ട്. അങ്ങനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ ക്രൂശിച്ച അതേ സംഭവം ഇന്ന് പരിശുദ്ധ കുർബാനയെ ക്രൂശിക്കുന്ന രീതിയിലേക്ക്, കർത്താവിനെ അന്ന് നിന്ദിച്ചതുപോലെ പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്ന രീതിയിലേക്ക്, അന്ന് കർത്താവിനെ കുരിശിൽ തറച്ചതുപോലെ 2000 വർഷങ്ങൾക്ക് ശേഷവും പരിശുദ്ധ കുർബാനയെ വീണ്ടും പീഡിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ ഇന്നും കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നത്, ഇന്നും കർത്താവിനെ വധിക്കുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വമാണ്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് തന്നെയാണ്. ആർക്ക് ബുദ്ധിമുട്ട് തോന്നിയാലും ഈ സത്യം തുറന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറയുക തന്നെ ചെയ്യും. എന്റെ കൊക്കിൽ ജീവൻ ഉള്ളിടത്തോളം കാലം, എന്റെ നാവ് ചലിക്കുവോളം ഞാൻ ഈ സത്യം പറയും. കാരണം മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ചുമതല ഏറ്റത് എറണാകുളത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ്. പിതാവ് ചുമതലയേറ്റത് ഇവിടുത്തെ കുർബാന പ്രതിസന്ധി പരിഹരിക്കാനാണെങ്കിൽ പിതാവ് പരിഹരിക്കേണ്ടത് ആദ്യം ആ ജോലിയാണ്. അതിനുശേഷം മാത്രമേ മേജർ ആർച്ച് ബിഷപ്പിന് മറ്റു ജോലികളുള്ളൂ. അദ്ദേഹം എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ടൂർ പോവുകയോ പള്ളികൾ ഓടി നടക്കുകയോ പ്രസംഗിക്കുകയോ
എന്തൊക്കെ വേണമെങ്കിലും ആകാം. പക്ഷേ എറണാകുളത്തെ വിശ്വാസികളെ പണയം വെച്ച്, പരിശുദ്ധ കുർബാനയെ പണയം വെച്ച് സമവായക്കാരുടെ കാല് കഴുകി നക്കുന്ന ഇത്തരത്തിലുള്ള പണികൾ പുരോഹിത പ്രമുഖന്മാര് ചെയ്താൽ, പെർമനന്റ് സിനഡ് പിതാക്കന്മാർ അതിന് കൂട്ടുനിന്നാൽ, മെത്രാപ്പോലിത്തൻ വികാരി വീണ്ടും ഈ തോട്ടിപ്പണി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കർത്താവിന്റെ ഈ കാലഘട്ടത്തിലെ ഒറ്റുകാരാണ്. നിങ്ങളാണ് കർത്താവിനെ വധിക്കുന്നതിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്നവർ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളെ ഞാൻ പറയും, ഇനി നമ്മുടെ സമയമാണ്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടോ? ഈ പ്രശ്നം വിശ്വാസികൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അതിന്റെ വഴികൾ നമുക്ക് പിന്നാലെ ആലോചിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ഇതിന് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നന്ദി.